ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും ചെയ്യുക. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സാധാരണ ഒരു ദിവസം എടുക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. പക്ഷേ എന്താണെന്നറിയില്ല, വീഡിയോ എടുത്ത കാരണമാണെന്ന് തോന്നുന്നു അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഇന്ന് സംഭവിച്ചു. ഞാൻ സാധാരണ ഒരു ദിവസമാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ സാധാരണമായിരുന്നില്ല ഗൈസ്. ഞാൻ പതിവ് പോലെ രാവിലെ എണീറ്റ് വന്നു, സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇരുന്ന് ഫ്രഷ് എയറൊക്കെ കൊള്ളാമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ പേപ്പർ വന്നപ്പോൾ ഞാൻ പേപ്പർ വായിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്ത് നല്ല കുട്ടിയാണെന്ന്. പക്ഷെ ഒരിക്കലല്ല ഗൈസ്, ഞാൻ അങ്ങനെ പേപ്പർ വായിക്കാറില്ല. ഞാൻ അതിലെ ഫോട്ടോസാണ് കാണാറ്. ആഡുകൾ, ഓരോരുത്തരുടെ ഫോട്ടോസ് ഉണ്ടാവും, ചില ഉദ്ഘാടനങ്ങൾ, പിന്നെ ജ്വല്ലറിയുടെ പരസ്യം, ഇതൊക്കെയാണ് ഞാൻ നോക്കുക. അല്ലാണ്ട് വായനയില്ല. ഇത് ഫോണിലാക്കി തരാണെങ്കിൽ ഞാൻ വായിക്കും, ന്യൂസ് പേപ്പർ ആയാലും ഞാൻ വായിക്കില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ല. നമുക്ക് വിശപ്പും ദാഹമുള്ള പോലെ ചെടികൾക്കുണ്ട് വിശപ്പും ദാഹവും. അപ്പം ഞാൻ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനുള്ള ടൈമിലാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വളരുള്ളൂ. ഞാൻ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയാൽ ഈ ചെടികളൊക്കെ കരിഞ്ഞു പോവും. പിന്നെ ഞാൻ എപ്പോൾ വരുന്നു അപ്പോഴാണ് ഇവരൊന്ന് പുഷ്ടിപ്പെടുള്ളൂ. അതെന്താ ഇങ്ങനെ കുട്ടൻസ് എന്ന് എനിക്കറിയുന്നില്ല. ഞാനാണ് ഇവരിങ്ങനെ പരിപാലിച്ച് കൊണ്ട് നടക്കണേ. അപ്പോൾ ഒരു 4, 3, 7 മണി പ്ലാന്റും കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്കൊക്കെ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കോഫി കുടിക്കാൻ പോയി. അപ്പം ഞാനങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പേപ്പർ വായന കഴിഞ്ഞിട്ടില്ല. അതായത് കുറച്ചും കൂടി പടങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പം ഞാൻ വീണ്ടും ആ പടങ്ങൾ കണ്ടിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലറിയുന്നില്ല ഗൈസ്, ഒരു 8ൻ്റെ പണി പിന്നാലെ വരുന്നുണ്ടെന്ന്. ഞാനപ്പോൾ പതിവ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ സേറ നല്ല ഉറക്കുക. അത് കാരണം നമുക്ക് ഇത്ര ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവളെ എടുത്ത് ഇങ്ങനെ വാശി മാറ്റണ വരെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിൽക്കേണ്ട ഇടയിലാണ് അലക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. രാവിലെ തന്നെ തീർത്ത പണി ഇങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ സാരയുടെ കുറച്ച് വെള്ള ഡ്രസ്സുകളും അതുപോലെ വെള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടു. കാരണം അവളെ എനിക്ക് കഴിഞ്ഞതൊന്നും നടക്കില്ല. അപ്പം ഞാൻ വേഗം എൻ്റേതായിട്ടുള്ള പണികൾ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയ കാരണം നല്ല ഉഷാറിൽ എല്ലാതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സാറ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് അവളെടുത്തു. കാരണം വേറെ ആരും എടുത്താൽ അവളുടെ കരച്ചിലങ്ങനെ നിൽക്കില്ല. ഞാനും അമ്മ എടുത്താൽ മാത്രമാണ് സാറയുടെ കരച്ചിൽ നിൽക്കുള്ളൂ. പപ്പയും അനിയനും ഹസ്ബൻഡ് വേറെ ആരെടുത്താലും പെട്ടെന്ന് നമ്മളങ്ങനെ നിർത്തില്ല കരച്ചിൽ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സാറേനെ ഓടിപ്പോയിട്ട് എടുത്തു. അങ്ങനെ രാവിലെ ഫ്രഷ് എയറൊക്കെ കൊള്ളാനായിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ പുറത്ത് കൊണ്ട് നടക്കാറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ ടൈമിൽ അപ്പുറത്തെ വീട്ടിലൊരു ഉണ്ണിയുണ്ട്, മെയ്വ് എന്നാണ് ആ ഉണ്ണിയുടെ പേര്. അപ്പോൾ നല്ല പേരല്ലേ, മെയ്വ് ആൻ. അപ്പോൾ ആ ഉണ്ണിയുടെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറാൻ്റെ ഡ്രസ്സ് ഞാൻ പതുക്കെ ഓരോന്ന് മാറ്റുള്ളൂ. കാരണം ഒറ്റയടിക്ക് അല്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ രാവിലെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അവൾ സെറ്റാവില്ല. പെട്ടെന്ന് തണുത്തിട്ട് കാലും കാലൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കിടക്കും അവൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഓരോന്ന് അങ്ങനെ മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പണികളും ചെയ്തു. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ, ഉണ്ണീനെ മാത്രം ഇങ്ങനെ എടുത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതും ചെയ്തു. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ സാറ് പിന്നെ വലിയ വാശിയൊന്നും ഉണ്ടാവില്ല, ഞാൻ എടുക്കണ കാരണം തോന്നുന്നു. ഞാൻ അമ്മ എടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കറിയില്ല. ഞങ്ങൾ ഇത്തിരി സൈസുള്ള കാരണം തോന്നുന്നു അവൾക്ക് കിടക്കാൻ നല്ല സുഖം ഉണ്ടായിരിക്കും മേത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മാമ്മ വന്നത്. അമ്മാമ്മ വേറെ എവിടെ നിന്നുമല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. അപ്പം അമ്മമ്മയ്ക്ക് റൊട്ടീൻ ചെക്കപ്പ് ഉണ്ടാവും 2 ആഴ്ച കൂടുമ്പോൾ. അപ്പോൾ അതിന് പോയിട്ട് അമ്മമ്മ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോൾ അമ്മമ്മ തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ആൾക്കങ്ങനെ വേറെ ആൾ കൂട്ടുകാരൻ അങ്ങനെയൊന്നുമില്ല. ആൾ തന്നെ പോവും തന്നെ വരും. അപ്പം അങ്ങനെ ചില സമയത്തൊക്കെ ഞങ്ങളും പോകാറുണ്ട്. ഇപ്പം എനിക്കെന്തായാലും പോകാൻ പറ്റില്ലല്ലോ, സാറേനെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അമ്മാമ്മ ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സാറേനെ കുളിപ്പിക്കൽ സെറമണിയിലോട്ട് കടന്നു. കുളിപ്പിക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അത് അമ്മമാരായവർക്കറിയാം. അതുപോലെ നല്ല ബുദ്ധിമുട്ടാണ് കുളിപ്പിക്കാനായിട്ട്. കാരണം നല്ല വാശിയാണ്. ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാവം കൊച്ചു അയ്യൊക്കെ എടുക്കണം നോക്കിയത്. പക്ഷേ ഈ കൊച്ചിനെ നമ്മളൊന്ന് മലർത്തി പിടിച്ചൊക്കെയാണ് കൊച്ചിൻ്റെ കരച്ചിൽ. കമ്മഴത്തി ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ വന്നവൾക്ക് ഇഷ്ടമായില്ല. അവളങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് നമ്മൾ മൈൻഡ് ചെയ്യരുത്. അവളെ നമ്മൾ വർത്തമാനം പറയുക, അവളുടെ അടുത്ത് പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് വാശിയാണ്, പ്രത്യേകിച്ച് എണ്ണ തേപ്പിക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഓഡിയോ കേൾക്കാത്തതുകൊണ്ടാണ്. കമത്തി ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല, മലർത്തി കിടക്കുമ്പോൾ ഫുൾ കരച്ചില്ല അവൾ. ഞാൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടമില്ല മലർത്തി കിടത്തുന്നത്. കമത്തി കിടത്തുമ്പോഴത്തെ കുളിപ്പിക്കുമ്പോഴതെ കമത്തി കിടത്തി കഴിഞ്ഞാൽ അവൾക്ക് കുളിപ്പിച്ചാൽ കുഴപ്പമില്ല. മലർത്തി പിടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇതുവരെ സാറയ്ക്ക് മലർത്തി പിടിച്ച് കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തിയിട്ടേ ഇല്ലേ. ഈ ബാത്ത് ടബിലാണ് ഞാൻ അവളെ കുളിപ്പിക്കുക. കാരണം കയ്യിൽ നിന്നൊക്കെ പോവേ, നമുക്കധികം പരിചയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കാറ് പൊളിക്കുന്നുണ്ട് അവിടെ. കാരണം മലർത്തിയിട്ടാണല്ലോ വെച്ചേക്കണേ. പിന്നെ ഇവൾ കൈ കൊണ്ട് കാരണം ഡാൻസാണ്. പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ സാർ ഇങ്ങനെയാണ്.
കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെ ഗുസ്തി. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം ഇതുപോലെ ടമ്മി ടൈം കൊടുക്കും. ജനിച്ച അന്ന് തൊട്ടേ കുളി കഴിയുമ്പോൾ കുറച്ച് നേരം ഞാൻ അവൾക്ക് ഇങ്ങനെ ടമ്മി ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ ഉറക്കമാണ്, ഫീഡൊക്കെ ചെയ്തിട്ട് ഉറക്കമാണ്. അപ്പോൾ എൻ്റെ സാറയുടെ മുടി കണ്ടോ ഗൈസ് നിങ്ങൾ? ഇതിനേക്കാളും മുടി ഉണ്ടാകുമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇവൾക്കല്ല, ഞങ്ങൾക്ക്. ഞാൻ എൻ്റെ അനിയനും ചെറുതായിരിക്കുമ്പോൾ ഇതേപോലെ ടൈല് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ചേരാനെ പാട്ട് പാടി ഞങ്ങൾ ഉറക്കി. അപ്പം ഞാനിന്ന് എൻ്റെ കുറച്ച് കലാവിരുത് അവളുടെ മുഖത്ത് ചെയ്തു. അവൾക്ക് ഇങ്ങനെ കിടക്കണം, പുതപ്പിലൊക്കെ പൊതഞ്ഞ് ഒരു ഉണ്ണീശോ പുൽക്കൂട്ടിൽ കിടക്കില്ലേ അതുപോലെ കിടക്കണം അവൾക്ക്, എന്നാലും അവൾ ഉറങ്ങുള്ളൂ. സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് കിടത്തി കഴിഞ്ഞാൽ അവൾ ഉറങ്ങില്ല. അതപ്പോൾ ചിരിക്കുന്നുണ്ട് അവൾ ചെറുതായിട്ടൊക്കെ. ഇങ്ങനെ പൊതിഞ്ഞ് കൈമീൻ കാൽമീൻ ഗ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും. അവൾ ഉറങ്ങുന്ന ടൈമിലാണ് പിന്നെ മുറ്റത്തു നിന്നൊരു ഹോൺ കേട്ടത്. വേറൊന്നല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി, ഫ്ലിപ്കാർട്ടല്ല, മീഷോയുടെ ഡെലിവറി മാനാണ്. അപ്പോൾ എന്താ സാധനം എന്ന്, കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വേഗം ഓടിപ്പോയിട്ട് നോക്കി. അപ്പോൾ അവളുടെ കൈമീൻ കാൽമീൻ ഇടുന്ന മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് ഇതാണ് വന്നിട്ടുള്ളത്. 3 സെറ്റ് ഉണ്ട്, ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. പ്രീപെയ്ഡ് ആയ കാരണം ക്യാഷൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, മുൻകൂട്ടി എല്ലാം പേയ്മെൻറ്റ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ പഴയതുണ്ട്, പക്ഷെ പഴയത് ചെറുതായി. ഇവള് വലുതായല്ലോ, 2 മാസം കഴിഞ്ഞു, അപ്പോൾ അവൾ വലുതായതുകൊണ്ട് ഇതായിരുന്നു പഴയത്. അത് ഏകദേശം ഒരു ഇതായിട്ടുണ്ട്, കാരണം നമ്മൾ ഡെയിലി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വലുതാണ്, കാരണം അവൾ കൈയും കാലൊക്കെ വലുതായി. അപ്പോൾ പഴയത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുതിയത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. ഇത് കാലും ഇടുന്നതാണ്. കാലൊക്കെ വലുതായി, 2 മാസം കൊണ്ട് എന്ത് പെട്ടെന്ന് വലുതായി. സ്കിന്നൊക്കെ മാറി, നമ്മളുടെ സ്കിന്നിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ആ ന്യൂ ബോൺ എന്നുള്ള സ്കിന്നും ഇതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു റീൽസൊക്കെ എടുക്കാമെന്ന് വെച്ച്. എൻ്റെ പാവം കൊച്ചാട്ടാ, എന്നെപ്പോലെ തന്നെ ക്യാമറ കണ്ട ഭയങ്കര ചിരിയാണ്. അപ്പോൾ അവൾ ചിരിച്ച് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. 2 മാസമായിട്ടുള്ളൂ, എന്താ പറഞ്ഞിട്ട്. പക്ഷെ അവളെല്ലാ കാര്യവും സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഭാവിയിൽ എൻ്റെ ക്യാമറകൾ ഇവളാവുമെന്ന് എനിക്കാണ് തോന്നുന്നത്. കാരണം ആൾ നല്ല ആക്റ്റീവാണ് വീഡിയോ എടുക്കാനും എല്ലാത്തിനും. വൈകിട്ട് പപ്പ വിളിക്കും. അപ്പോൾ പപ്പ വിളിക്കുമ്പോൾ ഞാനധികം ഫോൺ കാണിക്കണ്ടെന്ന് വെച്ചിട്ട് ഫോൺ ചെരിച്ച് അവൾ കാണാത്ത രീതിയിൽ വയ്ക്കും. പക്ഷെ അവൾ അപ്പോഴേക്കും എന്നെ തോണ്ടി വിളിക്കും, എന്നിങ്ങനെ തോണ്ടും കൈ കൊണ്ട്. അതായത് അവൾക്കും കാണും എന്നൊരർത്ഥത്തിൽ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എനിക്കൊരു പണി കിട്ടിയത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് കഴിച്ച ഫുഡ് എനിക്ക് പറ്റിയില്ല. ഞാൻ ഒരു സോയാബീൻ കറിയും കടലക്കറിയുമാണ് കഴിച്ചത് വീട്ടിൽ വെച്ചത്. അത് നല്ല ഗ്യാസുള്ള സാധനം എനിക്കറിയുണ്ടായിരുന്നില്ല. ആരും കമൻറ്റ് ഇടരുത്, സോയാബീൻ ഗ്യാസാണെന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല. ഞാൻ ഇത്തിരി അധികം കഴിച്ചു. ഇവിടെ വീട്ടിൽ അങ്ങനെ അധികാരം കഴിക്കില്ല. അപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം ഞാനാണ് കഴിച്ചത്. ആ ഗ്യാസ് കയറി. ഞാൻ ആദ്യം അറ്റാക്കാണെന്നാണ് ഗൈസ് വിചാരിച്ചത്, കാരണം നെഞ്ചിൻ്റെ ആ ഭാഗത്ത് നിന്ന് നല്ല ശക്തമായ വേദന. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തതിൻ്റെയോ C-സെക്ഷൻ്റെ അങ്ങനത്തെ വേദനകളൊന്നുമല്ല, കാരണം സ്റ്റിച്ചിൻ്റെ അവിടെ ഒന്നുമല്ല പെയിൻ. എനിക്ക് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദന, കൂമ്പ് എന്നൊക്കെ പറയും നമ്മുടെ അവിടെ, കൂമ്പിൻ്റെ അവിടെയൊക്കെ നല്ല വേദന. ഞാൻ ആദ്യം അറ്റാക്കാണെന്ന് വിചാരിച്ചത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഗ്യാസ് കയറിയതാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെയിൻ വരുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. എനിക്ക് 2 കൈമയും കുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കൈമ കുത്തിയപ്പോൾ കിട്ടിയില്ല, അവരെന്തോ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഞരമ്പാന്ന് തോന്നുന്നു, കിട്ടിയില്ല. 2ാമത് ആ കൈമ തന്നെ കുത്തി, കിട്ടിയില്ല. 3ാമത് കുത്തിയപ്പം വേറെ കൈമ കുത്തി, അപ്പോഴാണ് കിട്ടത്. അങ്ങനെ ഞാൻ അവിടെ എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്കത് വേറെ എന്തും പേടിയില്ല. സംഭവം ഒരു ഡെലിവറി കഴിഞ്ഞു, എന്നാലും എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. അപ്പം ഞാൻ കൈയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ കൈമ ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തിയത്. അവിടെ ഫാൻ കറങ്ങുന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല കാണാൻ. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുക. ഉറക്കം വരുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും വയറുവേദന എടുത്ത് പോയ ആളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ എന്ന്. ഇത് ഇഞ്ചക്ഷൻ കുത്തിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പെയിനൊക്കെ മാറി. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പെയിനൊക്കെ മാറിയതിന് ശേഷമുള്ളതാണ്. അപ്പോഴാണ് ഒരു അപ്പാപ്പൻ എൻ്റെ ബെഡിൻ്റെ അപ്പുറത്ത് വന്ന് കിട്ടിയത്. ഞാൻ കാഷ്വാലിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ എൻ്റെ ബെഡിൻ്റെ അപ്പുറത്ത് ഒരു അപ്പാപ്പൻ വന്നിട്ടുണ്ട്. ആ അപ്പാപ്പനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അപ്പാപ്പനെ തോന്നി. അപ്പോൾ എൻ്റെ അപ്പാപ്പൻ മരിച്ചിട്ട് 5 കൊല്ലമായി. പക്ഷേ ആ അപ്പാപ്പൻ്റെ ഇങ്ങനെ നടക്കണതും ഇരിക്കണതും കൈവേറൊക്കെ ഉണ്ട്. എൻ്റെ അപ്പാപ്പനും കൈവേറ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്. ആ ടൈമിലാണ് ഒരു നശിച്ച് കൊതു വന്ന് എന്നെ കുത്തിയത്. അപ്പം ഞാൻ ആ കൊതുവിനെ അടിച്ചു. അപ്പോൾ ആ കൊതു ജീവന് വേണ്ടി പടയാണ് ഗൈസ്. നിങ്ങൾ കണ്ടത് പാവം തോന്നി എനിക്ക്. കാരണം എന്നെ കടിച്ചിട്ടാണ് ഞാൻ അടിച്ചത്, പക്ഷെ അത് ഇങ്ങനെ ജീവന് വേണ്ടി പടയുന്നത് കണ്ടപ്പോൾ സങ്കടമായി. അങ്ങനെ ഞാൻ ഉഷാറായി. എൻ്റെ എല്ലാം കഴിഞ്ഞു, അതായത് ട്രിപ്പൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി. വയറുവേദന മാറിയപ്പോൾ തന്നെ ആശ്വാസമായി. ഡെലിവറിക്ക് പോലും എനിക്ക് ഇത്ര പെയിൻ ഉണ്ടായിരുന്നില്ല, കാരണം സ്റ്റിച്ചിൻ്റെ പെയിനും അതിനേക്കാളൊക്കെ മുകളിലായിരുന്നു ഈ പെയിൻ. ഗ്യാസ് കയറി ഇത്ര പെയിൻ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സിസ്റ്റർ വരുന്നത് നോക്കിയിരിക്കുകയാണ്. ഈ കൈമത്തെ ഈ സാധനം അഴിക്കണ്ട, എന്നാലല്ലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സിസ്റ്റർ വന്നത് അഴിച്ചു, പഞ്ഞിയൊക്കെ വെച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട്, പപ്പയുണ്ട്, എൻ്റെ ഉണ്ണിയുണ്ട്. അപ്പോൾ സാറേനെ അമ്മ എടുത്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്ന ടൈം മുഴുവൻ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചിരിച്ചാൽ വരണേന്ന് നോക്കിയാൽ, ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞ് കാറി പൊളിച്ചിട്ടാണ് വന്നത്. തിരിച്ച് പോകുമ്പോൾ ചിരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ വന്നത്.
അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞാൻ നൈറ്റ് ലൈഫ് കുറേ നാളായി രാത്രി ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ടാവും. ഡെലിവറിക്ക് ശേഷം ഞാൻ രാത്രി പുറത്തിറങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പം ഞാൻ രാത്രി ലൈഫൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ചു ഗൈസ്. ഇതാണ് അപ്പം ഇന്നുണ്ടായ അപ്രതീക്ഷിതമായ സംഭവം. അപ്പോൾ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.